നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടാത്ത ആളുകൾ ഉണ്ടാകില്ല. പലർക്കും പല വിധത്തിലാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുക. ചില വ്യക്തികൾക്ക് കയ്യിൽ പണം വരാത്തതാണ് പ്രശ്നമെങ്കിൽ മറ്റു ചിലർക്ക് ലഭിക്കുന്ന പണം കയ്യിൽ തങ്ങി നിൽക്കാത്തതാണ് പ്രശ്നം. കാരണം എന്തു തന്നെയാണെങ്കിലും സാമ്പത്തിക പ്രശ്നം അലട്ടുമ്പോൾ ഭക്തിമാർഗത്തിലേക്ക് തിരിയുന്നവരുടെ എണ്ണം കൂടുതലാണ്. എന്നാൽ കൃത്യമായ ചിട്ടയോടെ പൂജാവിധികൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുകയും സമ്പത്ത് കുമിഞ്ഞു കൂടുന്നതുമാണ്. വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കാൻ പ്രാർത്ഥന മാത്രം പോരാ. ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിലേക്ക് വരുവാൻ പൂജാമുറി ഒരുക്കുന്നത് മുതൽ ആരംഭിക്കണം ചിട്ടകൾ. വിളക്ക്, കിണ്ടി എന്നിവ ഹൈന്ദവ വിശ്വാസപ്രകാരം പരസ്പരം ചേർന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അഗ്നിയുള്ളിടത്ത് ജലവും ഉണ്ടാകണം. വിളക്ക് തെളിയിക്കുമ്പോൾ വാൽക്കിണ്ടിയിൽ വെള്ളവും വെക്കണം. ഓട്ടുകിണ്ടിയാണ് ഉത്തമം. ഇനി പ്രാർത്ഥനയ്ക്ക് ശേഷം വാൽക്കിണ്ടിയിലെ ജലം സേവിക്കുന്നതും നല്ലതാണ്. ഇതിലൂടെ വരുണദേവന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. വാൽക്കിണ്ടി ദിവസവും കഴുകി വൃത്തിയാക്കി പുതിയ വെള്ളം വെക്കണം. ഈ വെള്ളം വീടിന്റെ 4 ഭാഗത്തും തളിക്കുന്നതും പോസിറ്റീവ് എനർജികൾ നമ്മുടെ വീട്ടിലേക്ക് വരുവാൻ കാരണമാകുന്നതാണ്. വിളക്കിനോട് ചേർന്ന് പൂക്കൾ വെക്കാമെങ്കിലും വാൽക്കിണ്ടിയുടെ വാൽഭാഗത്തോട് ചേർന്ന് പൂക്കൾ വെക്കുന്നത് അഭികാമ്യമല്ല. ഇനി വീട്ടിൽ ഐശ്വര്യമുണ്ടാകുവാൻ വിളക്ക് വെക്കണം എന്ന് പറയുമെങ്കിലും വെറുതെ വിളക്ക് വെക്കുന്നത് കൊണ്ട് കാര്യമില്ല. ധനധാന്യ സമൃദ്ധി മുൻനിർത്തി വിളക്ക് വെക്കുമ്പോൾ അത് കുബേര ദിശയിൽ തന്നെ വെക്കുവാൻ ശ്രദ്ധിക്കണം. വടക്ക് ദിശയെയാണ് കുബേര ദിശ എന്ന് വിളിക്കുന്നത്. വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ ദേവതകളുടെ ചിത്രം സ്ഥാപിച്ച ശേഷമാകണം വിളക്ക് വെക്കേണ്ടത്. പൊടിയോ അഴുക്കോ ഇല്ലാത്ത വിളക്ക് ശുദ്ധിയോടെ വേണം കത്തിച്ചു വെക്കുവാൻ. രാവിലെയാണെങ്കിൽ കിഴക്കോട്ട് 2 തിരി ചേർത്ത് വെച്ച് ഒരു തീനാളം കത്തിക്കുക. സന്ധ്യയ്ക്കാണെങ്കിൽ കിഴക്കും പടിഞ്ഞാറുമായി 2 തീനാളം തെളിയിക്കണം. ഇനി വിശേഷ ദിവസങ്ങളാണെങ്കിൽ 5 തിരിയിട്ട് ഭദ്രദീപമാണ് തെളിയിക്കേണ്ടത്. വിളക്ക് കത്തിക്കുമ്പോൾ ഇഷ്ടദേവി ദേവമന്ത്രം ജപിക്കേണ്ടതാണ്. ഇനി നമ്മുടെ വീട്ടിൽ വരുമാനം വർദ്ധിക്കുവാനും സമ്പൽ സമൃദ്ധി പെരുകുവാനും പൂജാമുറിയിൽ ഇനി പറയുന്ന വസ്തുക്കൾ വെക്കേണ്ടതാണ്. പൂജാമുറിയിൽ ഒരു കിണ്ടിയിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം വെക്കുമ്പോൾ അതിൽ ഒരു നുള്ളു പച്ചക്കർപ്പൂരം, ഏലയ്ക്ക, കറുവപ്പട്ട എന്നിവ ഇടുന്നത് വളരെയധികം നല്ലതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വീട്ടിൽ ധനവരവ് വർദ്ധിക്കുവാൻ ആരംഭിക്കുന്നതാണ്. മാത്രമല്ല ഇത് തടസ്സങ്ങളും ദുരിതങ്ങൾ മാറുവാനും സഹായിക്കുന്നതുമാണ്. വെള്ളത്തിനകത്ത് വെള്ളി നാണയം, വെള്ളി ആഭരണം എന്നിവ ഇടുന്നതും ഇരട്ടി ഫലമാണ് നൽകുന്നത്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന വളരെ ചെറിയ കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വിളക്ക് തെളിയിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. മാത്രമല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതുമാണ്. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.